ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കുന്നു. അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ക്രൈസ്തവ ചുമതലകളുടെ ആവർത്തനമാണ്. ഓരോരുത്തരും വിളിക്കപ്പെട്ട വിളിക്ക് അനുയോജ്യമായ രീതിയിൽ ജീവിതത്തെ നയിക്കാൻ ആഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യണം. ക്രൈസ്തവന്റെ പ്രവർത്തികൾ ആത്മീക ലൗകിക രംഗങ്ങളിൽ ക്രിസ്തീയത്വം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം. മനോവിനയം, ശാന്തത, ദീർഘക്ഷമ എന്നിവയൊക്കെ ഏത് രംഗത്തും കാണേണ്ടതാണ്. സമാധാന ബന്ധനം കൊണ്ട് ആത്മാവിൻ്റെ ഐക്യത്തിലുള്ള ജീവിതം നയിക്കാൻ എല്ലാവരും ശ്രമിക്കണം. ഏകപ്രത്യാശയിലേക്ക് വിളിക്കപ്പെട്ട വിശ്വാസികൾ ഒരു ശരീരം പോലെ ആയിരിക്കണം. കാരണം ഐക്യത്തിന് പ്രേരകമായ കാര്യങ്ങൾ എല്ലാവർക്കും ഒരേ വിശ്വാസവും ഒരേ മാമോദീസായും ഒരേ പിതാവുമാണ്. അതുകൊണ്ട് മുമ്പേ പറഞ്ഞതുപോലെ ക്രിസ്തു തലയായിരിക്കുന്ന ആയിരിക്കുന്ന ശരീരമാണ് സഭ. ശരീരത്തിൽ എങ്ങനെ അവയവങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവോ അതുപോലെയുള്ള അവസ്ഥയിൽ ജീവിക്കാൻ ശ്രമിക്കണമെന്നുള്ള ആഹ്വാനം. 7 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ മശിഹായിൽ നിന്ന് ലഭിച്ചതായ കൃപ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ ദാനം, ആ നൽകലിനെക്കുറിച്ച് സ്വർഗാരോഹണം ചെയ്ത കർത്താവാണ് സ്ലീഹന്മാർ, പ്രബോധകർ, ഇടയന്മാർ, സുവിശേഷ പ്രസംഗകർ, ഇങ്ങനെ സഭയ്ക്ക് ആവശ്യമുള്ളവരെയൊക്കെ നിയോഗിക്കുന്നത്. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ നമ്മളിത് ചിന്തിച്ചതാണ്. ഇതിനു മുൻപേ ക്രൈസ്തവൻ്റെ ചുമതലകൾ ആ പൊതുവിൽ കാണിച്ച പൗലോസ് ശ്ലീഹ ഇവിടെ സഭാ പ്രവർത്തകരുടെ പ്രത്യേകമായ ചുമതലകൾ കാണിക്കുന്നുണ്ട്. അവരുടെ ജോലി അവർ ശുശ്രൂഷ മനോഭാവത്തോടുകൂടി പ്രവർത്തിക്കണം. 2 വിശ്വാസികളെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്ക് അവർ വഴി നയിക്കണം. 3 മശിഹായുടെ ശരീരമാകുന്ന സഭയെ പണിത് ഉയർത്തുവാൻ തക്കവണ്ണം ഉള്ള ചുമതലയാണ് അവർക്കുള്ളത്. അതിനുള്ള കഠിനാധ്വാനം ചെയ്യണം. അതുകൊണ്ട് കള്ള ഉപദേഷ്ടാക്കളുടെ വാക്കുകളായ ആ കാറ്റിനാൽ അടിപതറുവാൻ ഇടയാകരുത്. സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സഭയുടെ ശിരസ്സാകുന്ന ക്രിസ്തുവിലൂടെ ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കണം. സഭയുടെ അഭിവൃദ്ധിക്കായി ഓരോ വിശ്വാസിയും അവരവരുടെ കഴിവനുസരിച്ച് കർത്താവിലൂടെ ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കണം. അതേ തുടർന്ന് 17-ാം വാക്യം മുതൽ ക്രിസ്തുവിനെ ഉൾക്കൊള്ളാത്തവരുടെ അവസ്ഥയും കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർ ഒന്നാമത് അർത്ഥവും അടിസ്ഥാനവുമില്ലാത്ത വ്യർത്ഥചിന്തകൾ ഉള്ളവരായിട്ട് മാറും. 2 ഹൃദയത്തിലെ അന്ധകാരം അഥവാ അജ്ഞത മാറിയിട്ടില്ലാത്തവരാണവർ. 3 ദൈവികമായ ജീവനില്ലാത്തവരാണ്. 4 ആധുനിക ജീവിതത്തിൽ ദൈവത്തിൻ്റെ സഹായത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെപ്പറ്റിയും യാതൊരു പ്രത്യാശയും അവർക്കില്ല. ഭാവിയെക്കുറിച്ച് പ്രത്യാശയില്ലാത്തതുകൊണ്ട് എല്ലാവിധമായ അശുദ്ധിക്കും അധർമ്മത്തിനും അവർ സ്വയം സമർപ്പിച്ചിരിക്കുന്നവരാണ്. കാരണം ഈ ലോകം മാത്രമാണ് അവരുടെ ലക്ഷ്യം. അനന്തര ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശ അവർക്കില്ല എന്നുള്ളതാണ്. വീണ്ടും ക്രൈസ്തവൻ്റെ ചുമതലകളെക്കുറിച്ച് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ജാതികളെ പോലെ ആകരുത്. കാരണം നിങ്ങൾ മശിഹായുടെ സത്യം അറിഞ്ഞവരാണ്. പഴയ മനുഷ്യനെ നിങ്ങൾ ഉരിഞ്ഞു കളഞ്ഞവരാണ്. ആ ദുഷിച്ച ജീവിതത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുമാറിയവരാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ പുതുക്കം പ്രാപിച്ചവരായിരിക്കണം.
നീതിയിലും യഥാർത്ഥ വിശുദ്ധിയിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ പുതിയ ആളത്വം എന്നും നിങ്ങളുടെ ജീവിതത്തിൽ പാലിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. 25 മുതൽ 32 വരെ വീണ്ടും അദ്ദേഹം കുറേ നിർദ്ദേശങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. ഇതിനു മുൻപ് നൽകിയതിന് ഉപരിയായി 1, പരസ്പരം സത്യം സംഭാഷിക്കണം. 2, കോപം വന്നാലും അത് പാപത്തിലേക്ക് നയിക്കരുത്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ആ കോപം അവസാനിക്കണം, സന്ധ്യയ്ക്ക് മുൻപ്. ഇത് പറയുമ്പോൾ പരിശുദ്ധനായ പരിമേല തിരുമേനിയെക്കുറിച്ച് ഒരിക്കൽ സൺഡേ സപ്ലിമെൻറ്റിൽ വന്ന ഒരു സംഭവം വായിച്ചത് ഓർക്കുവാൻ എനിക്കിടയാവുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ കാലഘട്ടങ്ങളിൽ ഒരിക്കൽ പരിമേല സെമിനാരിൽ അദ്ദേഹം താമസിക്കുമ്പോൾ കുറേ ചെമ്മാശന്മാർ അദ്ദേഹത്തോടൊപ്പം അവിടെ വസിക്കുന്ന, ഇന്നത്തെ പോലെ അന്ന് മെത്രാപ്പൊലിത്തന്മാർ വസിക്കുന്ന സെമിനാരികളാണല്ലോ വൈദിക വിദ്യാഭ്യാസം നൽകി വന്നിരുന്നത്. ഒരു ദിവസം ഒരു ചെമ്മാച്ചൻ്റെ പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് കഠിനമായ കോപമുണ്ടായി. അദ്ദേഹം കഠിനമായി കോപിച്ചു. ഈ കോപിച്ചിട്ട് ഈ ചെമ്മാച്ചൻ വളരെ ദുഃഖിതനായി ഒരു മുറിയിൽ പോയി കഥ കടച്ച് അകത്തിരുന്ന് കരയുന്നു. പരിമളത്തിമേനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. കോപം വന്നാൽ അത് മാറുന്നിടം വരെ പള്ളിമുറ്റത്തിറങ്ങി കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് അദ്ദേഹം സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കും. ആ കോപം മാറി കുറേ നടന്നു കഴിയുമ്പോൾ ആ കോപം മനസ്സിൽ നിന്ന് അങ്ങ് മാറും. അപ്പം അങ്ങനെ അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ നടന്നു ഈ ചെമ്മാച്ചനോട് കോപിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ പരിമലക്കടവിൽ നിന്ന് ഓടി വന്ന് പറഞ്ഞു, അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്ത അവിടെ വന്നിരിക്കും. ഇന്നത്തെ പോലെ ഫോണും സൗകര്യമായ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടമാണതെന്ന് ഓർക്കണം. അന്ന് യാത്രാ സൗകര്യം വെള്ളത്തിലൂടെയാണ്. അങ്ങനെ അന്ന് മലങ്കരയ്ക്ക് ഒരൊറ്റ മെത്രാപ്പോലീത്തായേ ഉള്ളൂ. അദ്ദേഹം ഇവിടെ പരിമല കടവിൽ വന്നു എന്നറിഞ്ഞ് തിരുമേനി ഓടി പെട്ടെന്ന് അവിടെ ചെന്നു അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്തായെ സ്വീകരിക്കാൻ. അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോൾ പരിമല തിരുമേനിയുടെ മുഖത്ത് മലങ്കര മെത്രാപ്പോലീത്ത നോക്കിയിട്ട് ചോദിച്ചു, ആബുവിന് എന്തു പറ്റി? കാരണം ഇതിനു മുമ്പ് കണ്ട ഒരു മുഖഭാവമല്ല അദ്ദേഹത്തിൻ്റെ. കാരണം ചെമ്മാച്ചനോട് കോപിച്ച് കോപം മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് മുഖത്തതറിയാനുണ്ട്. അപ്പോൾ അദ്ദേഹം ആ പരിമല തിരുമേനി അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്തായോട് പറഞ്ഞത്രേ, ചെമ്മാച്ചനോട് കോപിച്ചെന്നും ആ കോപം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അതിൻ്റെയാണ് എനിക്കൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞു. അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്ത അന്ന് ഏകദേശം വൈകിട്ട് 5 മണി 5:30 സമയമായി. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുകയാണ്. അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്ത പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് സൂര്യനെ ചൂണ്ടിക്കാണിച്ചു. വേറെ ഒന്നും പറഞ്ഞില്ല. ആബുവിനെ അങ്ങോട്ട് നോക്കാൻ പറഞ്ഞു. അത് കേട്ട മാത്രമേ പരിമല തിരുമേനിക്ക് കാര്യം മനസ്സിലായ അദ്ദേഹം മലങ്കര മെത്രാപ്പോലീത്തയെ കടവിൽ നിർത്തിയിട്ട് അദ്ദേഹം പള്ളിമുറിയിലേക്ക് ഓടിയെന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത്. ഓടിച്ചെന്ന് ചെമ്മാച്ചൻ്റെ റൂം മുട്ടി ചെമ്മാച്ചനെ വിളിച്ചിറക്കി കെട്ടിപ്പിടിച്ച് ചെമ്മാച്ചനോട് ക്ഷമ പറഞ്ഞ് ചുംബിച്ചു. അതൊരു പരിശുദ്ധൻ്റെ സ്വഭാവമാണ്. കാരണം അന്നത്തെ മലങ്കര മെത്രാപ്പോലീത്ത കാണിച്ചു കൊടുത്ത് സൂര്യൻ അസ്തമിക്കാറായില്ലേ, ഇനി എന്തിനാണ് കോപം? നീതിമാനായ മനുഷ്യന് കോപമുണ്ടാകും, കോപിക്കണം. അവന് തെറ്റ് കണ്ടാൽ കോപമുണ്ടാകണം. എന്നാൽ ആ കോപത്തിൻ്റെ പ്രത്യേകത സൂര്യൻ അസ്തമിക്കുവോളം ആ കോപം നീണ്ടു നിൽക്കുകയില്ല. അതിനു മുമ്പ് അത് മനസ്സിൽ നിന്ന് മാറുമെന്നുള്ളതാണ്. നമ്മുടെ കർത്താവും കോപിച്ചു. ചാട്ടവാറെടുത്ത് യെരുശലേം ദേവാലയത്തിൽ വെച്ച് വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയൊക്കെ ശിക്ഷിച്ച കാര്യം മുമ്പ് നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ കായൻ ഹാബേലിനോട് കോപിച്ചു. അത് ഹാബേലിനെ കൊല്ലുന്നതും വരെയും അവൻ്റെ മനസ്സിൽ ആ കോപം നിൽക്കും. അത് മരണകരമായ കോപമാണ്. അതുകൊണ്ട് ക്രൈസ്തവ ജീവിതത്തിൽ നമുക്ക് കോപം വന്നാൽ സൂര്യൻ അസ്തമിക്കുവോളം അത് നിലനിർത്താൻ പാടില്ല. കാരണം നിത്യമായ ശത്രു പിശാചു മാത്രമാണ്, മനുഷ്യരാരുമല്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം, ആശയ സംഘർഷങ്ങളുണ്ടാവാം.
പക്ഷേ അത് വ്യക്തിവിരോധത്തിലേക്ക് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന, വർഷങ്ങളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന അവസ്ഥയിലേക്ക് പോയാൽ അത് കഠിനമായ പാപമാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാവേണ്ടതാണ്. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും പിശാചിന് വിധേയരാകരുത്. അന്യനെ അപമാനിക്കാതെ അവനെ നിങ്ങൾ സഹായിക്കണം. നമ്മുടെ നാവിനെക്കുറിച്ച് ഇനി യാക്കോബ് ശ്ലീഹ മുന്നോട്ട് വരുമ്പോൾ നമുക്ക് പറയുന്നത് കാണാൻ പറ്റും. യാക്കോബിൻ്റെ ലേഖനം വരുമ്പോൾ നമുക്ക് പറയാം. നമ്മുടെ സംസാര രീതികളൊക്കെ പരിശുദ്ധാത്മാവിന് വിധേയമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളിലെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ലാതെ ഒരു വ്യക്തിയാണ്, ത്രിത്വത്തിൽ ഒന്നാണ്, ദൈവം തന്നെയാണ്. ആ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന രീതിയിൽ ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, ഓരോ ദിവസവും വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് അല്പസമയം വീട്ടിലായിരുന്നു ചിന്തിക്കുക. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ കണ്ട ആളുകൾ പറഞ്ഞ വാക്കുകൾ, ചെയ്ത പ്രവർത്തികൾ കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ കിടന്നുറങ്ങുവാൻ നമുക്കിടയാകണം. രാവിലെ പ്രാർത്ഥിക്കണം, ദൈവമേ ഞാനിന്നൊരു അനുഗ്രഹമാകണം. എൻ്റെ വാക്കുകളോ ചിന്തകളോ പ്രവൃത്തികളോ നിരൂപണങ്ങളോ ആർക്കോ ദോഷമോ ദുഃഖമോ നാശമോ ഉണ്ടാക്കുവാൻ ഇടയാകരുതേ എന്നുള്ള പ്രാർത്ഥനയോടെ ജീവിതം ആരംഭിക്കാൻ നമുക്കിടയായിട്ട് തീരുകയും ചെയ്യണം. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ, ഞാൻ നിങ്ങൾക്കെതിരാകുമ്പോൾ നിങ്ങൾക്ക് എനിക്കെതിരാകുമ്പോൾ, ഇവിടെ വേദനിക്കുന്നത് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്, ദൈവമാണെന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. നാം രക്ഷയുടെ ദിവസത്തിലേക്ക് മുദ്രയിടപ്പെട്ടിട്ടുള്ളവരാണ്. അതുകൊണ്ട് ആ മുദ്ര പരിശുദ്ധാത്മാവിനാലാണ് നമുക്ക് സ്ഥാപിതമായിരിക്കുന്നത്. അതുകൊണ്ട് ആ മുദ്രയ്ക്ക് കേട് സംഭവിക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവിനെ നമ്മൾ ദുഃഖിപ്പിക്കരുത്. മറ്റൊന്ന്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് മാമോദീസായിൽ ചെയ്തതായ ആ പ്രതിജ്ഞകളൊക്കെ ലംഘിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പാടില്ല. പരിശുദ്ധാത്മാവിനാൽ സഭയ്ക്ക് വെളിപ്പെടുത്തി തന്നതായ വേദസത്യങ്ങൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരുള്ള സഹതാപം, കാരുണ്യമായ പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവണം. ഇപ്പോൾ ഈ 4-ാം അധ്യായത്തിൽ വളരെ ശ്രേഷ്ഠമായ ചില ചിന്തകൾ, ആലോചനകൾ, ഉപദേശങ്ങൾ പൗലോസ്ലീഹ നമുക്ക് നൽകുന്നുണ്ട്. ഈ പറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മളെ തന്നെ നമുക്ക് വിലയിരുത്താം. ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ ദൈവമേ ഞങ്ങളെ കൂടുതൽ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.